ഉണ്ണി ബാലകൃഷ്ണൻ ചിത്രം വൈകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെയും LDF-ൻ്റെയും ചിത്രം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിനോടകം തന്നെ. ഇപ്പം LDF പ്രഖ്യാപിച്ചില്ലെങ്കിലും ഏറെക്കുറെ അത് ഉറപ്പാണ്. അതുപോലെ UDF പ്രഖ്യാപിച്ചില്ലെങ്കിലും അവരുടെയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. എന്നാൽ വ്യക്തത വരാത്ത ചിത്രം എന്ന് പറയുന്നത് നിശ്ചയമായും BJP-യുടേതാണ്, NDA-യുടേതാണ്. ആരൊക്കെയാണ് മത്സരരംഗത്ത് ഉണ്ടാവുക എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്നവർ പറയുന്ന തിരുവനന്തപുരത്ത് ആര് മത്സരിക്കും ഒരു വ്യക്തമായ ധാരണയില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് അവസാനം പറയുന്നതെങ്കിൽ കൂടിയും ഇടയ്ക്ക് ശോഭനയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു, ഇതിനിടയിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. ആറ്റിങ്ങിൽ മാത്രമാണ് ഒരു വ്യക്തത വന്നിരിക്കുന്നത്, അത് വി മുരളീധരൻ തന്നെ മത്സരിക്കുമെന്നുള്ളത്. പത്തനംതിട്ടയിൽ വളരെ ശരിയായൊരു പ്രശ്നമാണ് അവർ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത് അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ്. എങ്കിൽ കൂടിയും സംസ്ഥാനം പറയുന്നതിനകത്തൊരു യുക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്, അവിടെ ഇപ്പോൾ ആൻറ്റോ ആൻ്റണിയും തോമസ് ഐസക്കും തമ്മിലാണല്ലോ മത്സരം വരുന്നത്. കഴിഞ്ഞ തവണ 2,98,000 വോട്ടാണ് കെ സുരേന്ദ്രൻ അവിടെ നേടിയത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ രണ്ട് ക്രിസ്ത്യൻ കാൻഡിഡേറ്റുകൾ മത്സരിക്കുന്നതിനിടയിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വന്നാൽ അതിൻ്റെ സാധ്യത എത്രമാത്രമാണ് എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ കേൾക്കുന്നതനുസരിച്ചാണ് PS ശ്രീധരൻപിള്ള അവിടുത്തെ സഭാ നേതൃത്വവുമായി ഇവരെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് NSSുമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കവും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ BDJSന് സീറ്റുകൾ കൊടുത്താൽ നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ച കണക്ക് അവരുടെ ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരിക്കും മത്സരിക്കുക. 4 സീറ്റല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? എറണാകുളത്ത് അനിൽ ആൻ്റണി വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് BJP അലട്ടുന്നൊരു പ്രശ്നമാണ്. കാരണം ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഐക്യം സ്ഥാപിച്ചെടുക്കുക, അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വോട്ട് ബാങ്കിനെ കൂടി സ്വാംശീകരിക്കുക എന്നൊരു തന്ത്രം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലിസ്റ്റിൽ തന്നെ സ്വാഭാവികമായിട്ടും വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് BJPക്ക്. അപ്പോൾ 2 or 3 സീറ്റുകൾ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി മാറ്റിവെക്കാൻ BJP നിർബന്ധിതമാകും. അതുകൊണ്ട് ആ ഒരു അവ്യക്തത നിശ്ചയമായും നിലനിൽക്കുന്നു. അത് വരും ദിവസങ്ങളിൽ ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്നത് അടുത്ത ആഴ്ചയാകും ഈ പറയുന്ന അന്തിമ പട്ടിക വരാനാണ്. ഇപ്പോൾ 27-ാം തീയതി നരേന്ദ്രമോദി കെ സുരേന്ദ്രൻ നയിക്കുന്ന റാലിയുടെ അവസാനം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയാണല്ലോ, ഈ പറയുന്ന തിരുവനന്തപുരത്ത്. 27 എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ്. അപ്പോൾ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ജാഥയിൽ തിരുവനന്തപുരത്ത് ആര് മത്സരിക്കും എന്നുള്ളത് വളരെ പ്രധാനമായി വരും. കാരണം വെച്ചാൽ ആ റാലിയിൽ ആ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടി പങ്കെടുക്കുക എന്ന് പറയുന്ന ഒരു അനിവാര്യതയായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വളരെ വലുതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും 27-ാം തീയതിയോടുകൂടി ഈ ചിത്രം വ്യക്തമാകാനാണ് സാധ്യത. തൃശ്ശൂരിൽ ഏതായാലും കൺഫ്യൂഷൻ ഒന്നുമില്ല. സുരേഷ് ഗോപി മത്സരിക്കും, പാലക്കാട് കൃഷ്ണകുമാർ മത്സരിക്കുമെന്ന കാര്യത്തിലും സംശയങ്ങളൊന്നുമില്ല. എന്നാൽ വടക്കോട്ട് പോക്കുമ്പോൾ വീണ്ടും അവ്യക്തമാവുകയാണ് അല്ലേ. കാസർഗോഡ് കൃഷ്ണദാസ് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. MD രമേശും കൃഷ്ണദാസും ഒക്കെ ഈ ക്ലസ്റ്റർ ഹെഡ്സ് ആണ്. അങ്ങനെയുള്ള ആളുകൾ മത്സരിക്കേണ്ട എന്നൊരു നിലപാട് ദേശീയ നേതൃത്വത്തിനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കാസർഗോഡാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഇവിടെ മത്സരിക്കും. ഇവർ ആരായിരിക്കും വരിക? ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് മത്സരിക്കുക? കാരണം കഴിഞ്ഞ പ്രാവശ്യം വലിയ ഒരു മുന്നേറ്റം ആറ്റിങ്ങിൽ ഉണ്ടാക്കിയ ആളാണ് ശോഭാ സുരേന്ദ്രൻ. അവരെ എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യുക? ഈ രീതിയിലൊക്കെയുള്ള അവ്യക്തത നിശ്ചയമായും BJPയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഈ ഘട്ടത്തിൽ അവരൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും എന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഈ പറയുന്ന 24-ലെ ഈ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും അവരവരുടെ ഒരു ഗ്രോത്ത് കാണിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മുടെ പ്രീപോൾ സർവേ അത് കൃത്യമായി പ്രവചിക്കുന്നുമുണ്ട്. അവരൊരു 20% വോട്ടിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകൾ പല മണ്ഡലങ്ങളിലുമുണ്ട്. എന്നിരിക്കെ വളരെ പെട്ടെന്ന് സത്യത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. അവസാനം ഈ സാബു ജേക്കബിൻ്റെയൊക്കെ വരെ വാതിൽ മുട്ടുന്നൊരു സാഹചര്യം NDAക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അത് മത്സരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സാബു ജേക്കബിൻ്റെ വാതിൽ മുട്ടുക, ശോഭനയുടെ വാതിൽ മുട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പല ശ്രമങ്ങൾ BJP നടത്തുന്നുണ്ട്. വളരെ അവ്യക്തമാണ് ഈ നിമിഷം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക. Meet the editors.